നമസ്കാരം. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴം 4-ൽ നിന്ന് 5-ലേക്ക് സംക്രമിക്കുന്ന കാലമാണ്. ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്കും അഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. എങ്കിലും എന്ത് ഗുണാനുഭവം വന്നാലും ഒന്നും ചെയ്യില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് മുന്നോട്ട് നല്ല കാര്യങ്ങളൊന്നും ലഭിക്കാതിരിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നല്ലതുപോലെ കഠിന പരിശ്രമവും അശ്രാന്ത പരിശ്രമവും ചെയ്താൽ നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ നേട്ടം കൊണ്ട്, ഏഴര ശനിയാണെങ്കിൽ പോലും, ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാം. കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ രംഗത്ത് ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്താണെങ്കിലും ഉയർച്ചയും സ്ഥലം മാറ്റവും സ്ഥാനമാറ്റവും അതുപോലെ തന്നെ സ്ഥാന പുരോഗതിയും അതുപോലെ തന്നെ ശമ്പള വർധനവുമൊക്കെ പ്രതീക്ഷിക്കാം. കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന, സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അധികാരപ്രാപ്തി കൈവരുന്നതാണ്. കലാകായിക രംഗത്തും സിനിമാ രംഗത്തും നാടകരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മീനം രാശിക്കാർക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാനും സജ്ജന ബഹുമാന പ്രീതിയൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ്. ചിലപ്പോൾ ശമ്പള വർധനവോടുകൂടി പ്രമോഷനൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പുതിയ തൊഴിലിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, ലോണുകളോ മറ്റു കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതുമൊക്കെ കിട്ടാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇതുവരെ നടക്കാതിരുന്നവർക്ക് അതിനുള്ള സമയമൊക്കെ സന്നദ്ധമായിട്ട് വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രയത്നവും കൂടി കൂടുതൽ സ്വായത്തമാക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം അനുഭവയോഗ്യമാകുന്നതാണ്. എക്സാമൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക്, PSC പോലെയുള്ള എക്സാമൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് യോഗം കാണുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളവർ നല്ലതുപോലെ പ്രാർത്ഥനയൊക്കെ സ്വായത്തമാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തൊഴിൽ കിട്ടാൻ നോക്കുക. ആഗ്രഹ സബലീകരണത്തിന് പറ്റുന്നൊരു സമയം തന്നെയാണ്. വിദേശ ജോലി ആഗ്രഹിച്ചവർക്ക് വിദേശത്ത് പോകാനും വിദേശത്ത് ചെന്ന് തൊഴിൽ പ്രവേശിക്കാനും ഒക്കെ സാധ്യമാകുന്നുണ്ട്. വർഷമധ്യത്തോടു കൂടി ആരോഗ്യകരമായ പല നല്ല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ്. കുടുംബവുമായിട്ടും കുടുംബ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബന്ധം പുലർത്താൻ കഴിയുന്നതാണ്. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അതുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനായിട്ട് കഴിയുന്നൊരു കാലഘട്ടമാണ്. ഉന്നത പഠനം സാധ്യമാവുകയും എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടന്നു പോകാനൊക്കെ കഴിയുന്നൊരു കാലഘട്ടമാണ്. ഏഴര ശനിയുടെ കാലഘട്ടമാണെങ്കിൽ പോലും ശനിയെ നിങ്ങൾ വേണ്ട പോലെ പ്രീതിപ്പെടുത്ത ഹനുമാൻ ക്ഷേത്ര ദർശനം, മഹാദേവ ക്ഷേത്ര ദർശനം, ക്ഷീരധാര, കൂവളാർച്ചന, അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും സാധ്യമാകുമ്പോൾ അയ്യപ്പ ക്ഷേത്ര ദർശനം, പിതൃക്കൾക്ക് മോക്ഷത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിലൂടെയും കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ദോഷങ്ങളൊക്കെ, ശനിയുടെ ദോഷങ്ങളൊക്കെ മാറ്റിവെച്ച് കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കൈവരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്താനും നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണച്ചെലവിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. അതിലുമൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തിയ പണച്ചെലവുകൾക്കുള്ള പണം കണ്ടെത്താനൊക്കെ ആയിട്ട് കൂടുതൽ അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം, അയ്യപ്പ ക്ഷേത്ര ദർശനം, നീല ശംഖുപുഷ്പം കൊണ്ട് ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുക. ശനിയാഴ്ച ദിവസം ശാസ്താവിന് ശബരിമല ക്ഷേത്ര ദർശനം, ശാസ്താ ക്ഷേത്ര ദർശനമൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെയുള്ള ഹനുമാൻ ഭക്തനാവുക, അത് ശ്രമിക്കുക. ഹനുമാന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഹനുമാൻ ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുന്നത് നല്ല ഒരു ശനിയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ബുധനാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസമൊക്കെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും.